ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ചെങ്ങളായി പൊലിമയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുൻ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെയും സംഗമം സംഘടിപ്പിച്ചു. നാളെയുടെ ചെങ്ങളായി എങ്ങനെയായിരിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി വിഷൻ 2030 ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP മോഹനൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് A ജനാർദ്ദനൻ അധ്യക്ഷനായി. MM പ്രജോഷ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KM ശോഭന, P പ്രകാശൻ, KK രവി മാസ്റ്റർ, രാജ്കുമാർ T, E ദാമോദരൻ, E ജനാർദ്ദനൻ മാസ്റ്റർ, PK രവി മാസ്റ്റർ, KV രാധാമണി, VV ഉഷ, KK മാധവൻ എന്നിവർ സംസാരിച്ചു. ഒരുപക്ഷെ ഈ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് സഹായം ലഭ്യമായ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ 2 വട്ടം ചിന്തിക്കേണ്ടതില്ല. മുമ്പ് സുമേഷുള്ള സമയത്തായാലും ഇപ്പൊ രത്നകുമാരിയുടെ സമയത്തായാലും കോടികളുടെ പണമാണ് പ്രതിവർഷം നമുക്ക് ലഭിക്കുന്നത്. എല്ലാ വർഷവും റോഡ് വികസനത്തിനു വേണ്ടി 2.5 മുതൽ 3.5 കോടി വരെ പ്രതിവർഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 2 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചോലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം 1.25 കോടി രൂപയുടെ വികസനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ അവിടെ ഓഡിറ്റോറിയത്തിന് 50 ലക്ഷം രൂപ ഉൾപ്പെടെ കൂട്ടിയാൽ 1,55 ലക്ഷം രൂപയാണ് ഈ 3 വർഷക്കാലം കൊണ്ട് നമ്മുടെ ചോലി ഗവൺമെന്റ് കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഭിച്ചത്. കൊയ്യം സ്കൂളിനും ചോലി സ്കൂളിനും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കുറേ പദ്ധതികൾക്ക് വലിയ ഫണ്ടാണ് ഈ വർഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ മറ്റെല്ലാ പഞ്ചായത്തുകൾക്കും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉയർന്ന കോടിക്കണക്കിന് രൂപ നമുക്ക് എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? നമുക്ക് എല്ലാ സാധ്യതകളെയും യഥാസമയം കണ്ടെത്താനും ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്താനും അവരെ ബോധ്യപ്പെടുത്തി ആനുകൂല്യങ്ങൾ വാങ്ങാനും നമുക്ക് സാധ്യമാകുന്നതുകൊണ്ടാണ് ആ നേട്ടമുണ്ടാകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായും 4 വർഷക്കാലം കൊണ്ട് 145 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനമാണ് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം നടന്നത്. 8 റോഡുകൾക്കായിട്ട് 42 ലക്ഷം രൂപയും, അതുപോലെ തന്നെ ശുചിത്വ കോംപ്ലക്സിന് വേണ്ടി 22 ലക്ഷം രൂപയും, കൊയ്യം ഖാദി കേന്ദ്രത്തിന് പുതിയ കെട്ടിടവും നവീനങ്ങളായ ചർക്കകളുമെല്ലാം വാങ്ങുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് വേണ്ടി ഇപ്പോൾ അനുവദിച്ചത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ലഭ്യമായതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലം കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധ്യമായത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്